എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിലവിലുള്ള ബിസിനസിനെ പറ്റിയിട്ടല്ല, അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് നടത്തേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടല്ല. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള സ്വപ്നമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു 10 വ്യത്യസ്തമായ ബിസിനസ് ആശയങ്ങളെ പറയുക. അതിലൂടെ നമുക്ക് വിജയകരമായ ഒരു എന്റർപ്രണർഷിപ്പ് എങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്നതെന്നും അങ്ങനെ നമുക്ക് ജീവിതത്തിലെ എല്ലാവർക്കും നേടേണ്ടതായിട്ടുള്ള സകല സൗഭാഗ്യങ്ങൾ നേടാനും ആ എന്റർപ്രണർഷിപ്പിലൂടെ വളർന്ന് മുന്നോട്ട് പോകാനും എങ്ങനെ നമുക്ക് സാധിക്കുമെന്നതിനെ പറ്റിയിട്ടും, ലളിതമായി പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ 10 ഹൈലി മണി മേക്കിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, 10 ഹൈലി മണി മേക്കിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൂടാതെ ഉണ്ട് ഈ പറയുന്ന 10 കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു കരിയർ ഡെവലപ്മെന്റിന് ആഗ്രഹിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയോ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കണം എന്ന് കരുതുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളോ, ഇതാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഈ 10 കാര്യങ്ങൾ നമുക്ക് ഒരു പാസീവ് ഇൻകം ആയിട്ട് ഉപയോഗിക്കാവുന്നതും ഫുൾ ടൈം ആയി ഉപയോഗിക്കാവുന്നതുമായ കാര്യമാണ്. അത്രയും വളരെ വിശദമായിട്ടുള്ള റിസർച്ചിലൂടെയാണ് ഈ കാര്യം പറയുന്നത്. ഇത് ലോകത്ത്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, UAE മാത്രമല്ല, ഏത് ലോകത്ത് നിന്നുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. എന്റർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയൊരു കോഴ്സ് ഉണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു എന്റർപ്രണർ ആവേണ്ടത് എന്ന് വളരെ വിശദമായി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ്. അതിൽ കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ കയറുന്നതിന് മുമ്പ് വളരെ ലിമിറ്റഡ് ആയ ആൾക്കാരെ മാത്രമേ അതിലേക്ക് എടുത്തുള്ളൂ. കാരണം അതിന് മുമ്പേ സക്സസ് മൈൻഡ് സെറ്റ് ഒക്കെ കഴിഞ്ഞവർക്ക് മാത്രമാണ് അതിലേക്ക് വരാൻ പറ്റുക. നോക്കൂ, ഞാൻ പറയാൻ വരുന്ന കാര്യത്താണ്, ബിസിനസ് ലോകത്തേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഏത് മനോഭാവത്തെയാണ് പിന്തുടരുന്നത് എന്ന്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു, കോച്ച് ദ കോച്ച് പ്രോഗ്രാം ചെയ്യുന്നവർ ഏത് മനോഭാവത്തിലായിരിക്കണമെന്ന്. അതേപോലെ ഞാൻ ഈ ബിസിനസ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യമൊക്കെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ മനോഭാവം എന്താണ്, അതനുസരിച്ചായിരിക്കും നമ്മുടെ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിൽ എത്തുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചലഞ്ചുകളെ സ്വീകരിക്കാൻ പറ്റുന്ന, വളർച്ചയെ പുൽകാൻ സാധിക്കുന്ന, പരാജയത്തിൽ നിന്ന് പാഠങ്ങളെ മനസ്സിലാക്കി വിജയത്തെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള, ദീർഘകാല വീക്ഷണമുള്ള, അല്ലെങ്കിൽ ദീർഘകാല വിജയത്തിലേക്ക് നടന്നെടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ലോകത്ത് വിജയിച്ച എന്റർപ്രണറെ ആരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം ഈ കണ്ടീഷൻസിലൂടെ മാത്രമേ സംഭവിച്ചുള്ളൂ. അതൊന്ന് ഓർമ്മിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ 10 കാര്യങ്ങൾ ഞാൻ വളരെ ലളിതമായി പറഞ്ഞു പോകാം. ബാക്കി ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓരോ വിഷയത്തെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലത്ത് ഏതെങ്കിലാണ് പാഷൻ ഉള്ളത്, അല്ലെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് എന്നോട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആർക്കാണ് ഇഷ്ടപ്പെട്ട അതിനനുസരിച്ചുള്ള വീഡിയോസോ അല്ലെങ്കിൽ അതിനുമ്പത്തെ ക്ലാസ്സുകൾ തുടർ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ നിലവിലെ കണ്ടീഷനിൽ ഹൈലി ഇൻകം കിട്ടാവുന്ന 10 ബിസിനസ് ആശയങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നത്, നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ ഞാൻ ബാക്കിയുള്ള കാര്യം പറയുകയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇത് കേൾക്കാനും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. അറിയണം, ഓക്കെ, ഐ വാണ്ട്, അല്ലെങ്കിൽ ഐ എം റെഡി എന്നുള്ളത് ടൈപ്പ് ചെയ്തോളൂ. എങ്കിൽ മാത്രമേ നമുക്കത് പറയുന്നതിൽ കൂടുതൽ ഇഷ്ടമുണ്ടാവുകയുള്ളൂ. യെസ്, കമോൺ. റൈറ്റ്. ഓക്കെ. ഇത് നിങ്ങൾക്കെല്ലാം ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ എന്തെങ്കിലും രണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാം സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആരെ കൊണ്ടും സാധിക്കുന്നതാണ്. എഴുതിക്കോളൂ. ഒന്നാമത്തെ ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള, നിലവിൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. ഫ്രീലാൻസ് എഴുത്ത്, കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയും.
കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. നമ്മൾ കേട്ട് ഞെട്ടേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ എഴുത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ നമ്മുടെ ഭാവനാത്മകമായ കഴിവിനെ അല്ലെങ്കിൽ രചനാ സാമർഥ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോഗുകൾ എഴുതാനും ആർട്ടിക്കിളുകൾ എഴുതാനും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും തയ്യാറാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നതും മറ്റ് കമ്പനികൾക്ക് വേണ്ടി ഇത് എഴുതുന്നതുമായ ഒരു രീതിയാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കോണ്ടന്റ് ക്രിയേഷനിൽ നിങ്ങൾ ഇപ്പോൾ വളരെ പ്രധാനമായിട്ട് കാണുന്ന കോണ്ടന്റ് ക്രിയേഷൻസ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഒരു ഫാമിലി, ഇത് വളരെ ഇൻഫെക്റ്റീവ് ആണ്. ഒരു ഫാമിലി അവരുടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. വീഡിയോയിൽ ആൾക്കാരുടെ ആ സന്ദേശം ആൾക്കാർക്ക് പല വിധത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ KL13 ബിജു ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അല്ലെ? ലാസ്റ്റ് കൗണ്ട് ഞാൻ കണ്ടില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലാണ്. വളരെ സാധാരണക്കാരായ നോർമൽ വിദ്യാഭ്യാസമുള്ള ഒരു ബസ് ഡ്രൈവറാണ്. അതുപോലെ എടുത്ത നൂറുകണക്കിനാണ്. ഇത് കോണ്ടന്റ് റൈറ്റിംഗ് കോണ്ടന്റ് ക്രിയേഷന്റെ പ്രത്യേകത ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയവന് മാത്രമായി സാധിക്കുന്നത്. അപ്പൊ അത് ആ പാട്ടിൽ. ഇനി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ബ്ലോഗ് നല്ല പേടാണ്, നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എല്ലാ ആർട്ടിക്കിൾസ് എഴുതി കൊടുത്ത് നല്ല ആർട്ടിക്കിൾസ് എഴുതി കൊടുക്കുക, വാരികകളും മാസികകളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. എനിക്ക് ഒരാളെ കോണ്ടന്റ് റൈറ്റ് ചെയ്ത് തന്നു ഞാൻ അയാൾക്ക് പേ ചെയ്യും. എനിക്ക് പ്രസന്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. വീഡിയോ ക്രിയേഷൻസ് ഇതൊക്കെ ചെയ്യാം. സോ ദർ ആർ മെനി എന്താ പറയാ, വാതിലുകൾ ഇതിനു വേണ്ടി തുറന്നു വെച്ചിട്ട് നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ഇതെല്ലാവർക്കും സാധിക്കും. നിങ്ങൾ ഓരോ ആളും സ്വീകരിക്കുക. ഇതല്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ കോച്ച് പ്രോഗ്രാമിൽ എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതാം, വളരെ ലളിതമാണ്. ഇന്നത്തെ കാലത്ത് വലിയ പണിയൊന്നുമില്ല. അത് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒറ്റ മാസം കൊണ്ട് ഇത് കറക്റ്റായി പഠിപ്പിക്കും. രണ്ടാമത്തെ പോയിന്റ്, കാരണം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകേണ്ട സമയം. രണ്ടാമത്തെ കാര്യം ഓൺലൈൻ ട്യൂട്ടറിങ് അഥവാ കോച്ചിങ് എന്ന് പറയുന്നത്. ഓൺലൈൻ ട്യൂട്ടറിങ് കോച്ചിങ് നിങ്ങൾക്ക് ഏത് വിഷയത്തിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന അനന്ത സാധ്യതകളുള്ള നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ കോച്ച് പ്രോഗ്രാം എടുക്കുന്നത് കോച്ചിങ് ആണ്. കോച്ചിങ്ങിന്റെ സാധ്യതകൾ ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല. എന്താണ് കോച്ചിങ്? ഏത് മേഖലയിലാണോ നമുക്ക് പ്രാവീണ്യമുള്ളത് ആ വിഷയത്തിൽ ആൾക്കാരെ പഠിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരാൾക്ക് ഇതേപോലെ ഈ പ്രോഗ്രാം പറഞ്ഞിട്ടു. ഞാൻ അയാളുടെ പാഷൻ ഓട്ടോമൊബൈലാണ് അയാളുടെ പാഷൻ. അയാൾ ഒരു IT ടീച്ചറാണ്, ഓട്ടോമൊബൈൽ. പുള്ളി എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കൃത്യമായി അയാൾക്ക് പറഞ്ഞു കൊടുത്താണ് ഓട്ടോമൊബൈലിന്റെ അതേ സാധനങ്ങൾ ഓൺലൈനിലേക്ക് കൊണ്ടുപോകുമെന്ന്. അപ്പൊ അയാൾക്ക് ആദ്യം മനസ്സിലായി ഇതെങ്ങനെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ IT പഠിപ്പിക്കുന്നത് അതേപോലെ നിങ്ങൾ പബ്ലിക്കിന് പഠിപ്പിക്കൂ, ആൾക്കാർ വരും. പുള്ളി 4ാമത്തെ മാസമാണ്. ഇന്നിപ്പോ അത് തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു, യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 4ാമത്തെ മാസം കഴിയുമ്പോൾ 14,800 സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്കിൽ 12,000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റ നന്നായിട്ട് പോകുന്നു. പുള്ളി ഇടുന്ന ഈ ക്ലാസ്സിനെ കട്ട് ചെയ്തിട്ടപ്പോൾ ഇൻസ്റ്റ നന്നായിട്ട് പോകുന്നു. കുട്ടികൾ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നു. 1,000-500 ഫീസ് തന്നിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നു ഇത് പഠിക്കാനായിട്ട്. കാരണം ജോബ് ഉറപ്പാണ് പഠിച്ചു കഴിഞ്ഞാൽ. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാന്നുള്ളൂ, പക്ഷെ തിയറിയും ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെതായ രീതികളുണ്ട് ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പറ്റും. ഇത് ഞാൻ ട്യൂട്ടറിങ്ങിന്റെ കാര്യം പറഞ്ഞത്. കോച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കോച്ചിങ് ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പോലെ, ഞാൻ ചെയ്യുന്ന പോലെ കോച്ച് ചെയ്യാൻ നമുക്ക് പറ്റും, ആർക്കും പറ്റും. നിങ്ങളുടെ പാഷനിൽ ചെയ്താൽ മതി. നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, നിങ്ങൾ അതിൽ ചെയ്യൂ. നിങ്ങൾ കൊറിയർ ബിസിനസ് ആണോ ചെയ്യുന്നത്, അതിൽ ട്യൂട്ടോറിയൽ ചെയ്യൂ. അത് വരുന്നുണ്ട്. ഇനിയിപ്പോ ആ കാര്യം വരുന്നുണ്ട്. ഏതാണോ നിങ്ങളുടെ പാഷൻ മേഖല അതിൽ ചെയ്താൽ മതി. ഇത് പോസിബിൾ. വേണ്ട, നിങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നു, 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുന്നു. ദർ ആർ മെനി പോസിബിലിറ്റീസ്. നിങ്ങൾ 8ാം ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ ലോകത്തിൽ നിങ്ങൾ കണ്ടത് ബൈജു അല്ലെ, അതുപോലെ ഓൺലൈൻ ട്യൂട്ടോറിയൽ സെന്റർ. എത്ര ബില്യൺസിന്റെ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ ഫീൽഡ് എന്നറിയോ? ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും പറ്റും. നിങ്ങൾ ഒരു 2 മണിക്കൂർ നേരം ഇതിന് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമല്ല, മണി ഈസ് ഫ്ലോയിങ്, അബൻഡൻസ്ലി ഫ്ലോയിങ്. ദാറ്റ്. 3ാമത്തെ കാര്യം വെർച്വൽ അസിസ്റ്റന്റ് സർവീസ് എന്ന് പറയും. വെർച്വൽ അസിസ്റ്റന്റ് സർവീസ് ഇന്ന് ലോകത്തിലെ എല്ലാ കമ്പനികൾക്കും ആവശ്യമാണ്. എന്താണ് വെർച്വൽ അസിസ്റ്റന്റ് സർവീസ്? ഇത് നിങ്ങൾക്ക് ലോക്കൽ ബിസിനസ്സിൽ പോലും ആൾക്കാരെ പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ബിസിനസ്സുകളിലവർക്കും കോർപ്പറേറ്റ് ബിസിനസ്സുകൾക്കും അവരുടെ ഡെയിലി ജോലികൾ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, വളരെ ലളിതമായ ഉദാഹരണത്തിന് പറയാം. ഇപ്പൊ എന്റെ ബിസിനസ്സിനകത്ത് എനിക്കൊരാളെ വേണം.
എനിക്ക് എന്റെ ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്ത് പോകാനായിട്ട്, എനിക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്ത് വരാനായിട്ട് ആളെ വേണം. എനിക്കത് ചെയ്യാൻ സമയം കിട്ടുന്നില്ലെന്ന് കരുതുന്നു. ഞാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് 10,000, 15,000, 20,000 അല്ലെങ്കിൽ 50, അതല്ല 20 to 30,000 കൊടുത്തിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നതും ഒരു ഫ്രീലാൻസർ വെക്കുന്നതും, എനിക്ക് ഫ്രീലാൻസർ ആണെന്ന് നിങ്ങൾ ഒരു അരമണിക്കൂർ ദിവസം വേണ്ടി ചില എക്സൽ ആ ഡാറ്റ ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇന്ന് എക്സൽ ഇപ്പൊ നിങ്ങൾ അവിടെ എൻട്രി ചെയ്ത എക്സൽ എനിക്ക് ഇവിടെ ഓപ്പൺ ആക്കി കിട്ടും. അത്രയും IT അത്രയും വിപുലീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ നേരത്തെ പണിയുള്ളൂ. ഇറ്റ്സ് പോസിബിൾ. എവറിത്തിങ് ഇസ് പോസിബിൾ. വേണോ കോച്ചിലെ പ്രോഗ്രാമിൽ അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അതവിടെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. കോച്ച് ആവുമ്പോൾ എങ്ങനെ ഒരാളെ ഔട്ട്സോഴ്സ് ചെയ്ത് നമ്മുടെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ കോച്ചിന് 10-20, നമ്മൾ കോച്ചായി നിൽക്കുമ്പോൾ 10-20 സ്റ്റാഫിന് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെ വെർച്വൽ അസിസ്റ്റൻസിന് വെച്ച് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒരു വാട്സപ്പ്, ഇപ്പൊ വാട്സപ്പിന് നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കുകയാണ്, എന്റെ വാട്സപ്പ് എല്ലാം കൈകാര്യം ചെയ്യണം, കമ്പനി വാട്സപ്പ് കൈകാര്യം ചെയ്യണം. അപ്പൊ ഒരു കസ്റ്റമർ അതിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിന്റെ ബാക്കി ഇപ്പൊ കുറെയൊക്കെ AI വെച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബോട്ട് വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ബോട്ടിന് ലിമിറ്റേഷൻസ് ഉണ്ട്. മനുഷ്യന് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ഒരാളെ ഏൽപ്പിക്കുകയാണ്, അയാളുടെ ഒരു വീട്ടമ്മയാന്ന് കരുതിക്കോ. വീട്ടമ്മ വീട്ടിലിരിക്കുകയാണ്. ആ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചാൽ അയാൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാനും, ബാക്കി നമ്മളുടെ ഡാറ്റാസ് ഓൾറെഡി ഉണ്ടാവും ഒരു കസ്റ്റമറുടെ 10-50 പ്രൊഡക്റ്റ് 100 പ്രൊഡക്റ്റ് ഉള്ള കമ്പനിയുടെ ബാക്കി ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനും ഒക്കെ വെർച്വൽ അസിസ്റ്റന്റ് പറ്റും. അല്ല, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ആ കമ്പനിയെ കണക്ട് ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റ് കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ അനന്ത സാധ്യതയുള്ള, ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നില്ല, ഓരോന്നും വേണം ഞാൻ പഠിപ്പിക്കാം. ഓരോന്നായിട്ട് അനന്ത സാധ്യതയുള്ള മേഖലയാണ്. ഇറ്റ്സ് എ ഫ്ലോ ഓഫ് മണി എന്ന് വീണ്ടും പറയും. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടി ചെയ്തത്, അവർ എക്സലിൽ ചെയ്യാനുള്ള ഒരു വർക്ക് ഞാൻ പിടിച്ചു കൊടുത്തു. ആ കുട്ടി ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ വർക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് വർക്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഞാൻ 20,000 തരുള്ളൂ, അതിൽ കൂടുതൽ തരാൻ പറ്റില്ല. കാരണം ഇവിടെ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് 40,000 ആണ്. നീ ആ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്താൽ 20,000. നമ്മൾ കെട്ടിപ്പോയി 20,000 പുള്ളി എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് ചെയ്തപ്പോൾ ആകെ ചെല്ലുന്ന 3-4 മണിക്കൂറേ ഉള്ളൂ. അവരുടെ ആ ഡാറ്റാസിനെ എന്ത് കൺസിലേറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് എക്സ്പെർട്ട് ചെയ്തപ്പോൾ അവർ ആരും ഒരു ഉച്ച ഒരു 10-11 മണി നമ്മൾ അവരെ പണി കഴിഞ്ഞു. അങ്ങനെ പോയി 3 കമ്പനിയുടെ വർക്ക് പിടിച്ചു കൊടുത്തു. മാസം 80,000 രൂപ കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പി. വീട്ടിലെ പണി ഇടയില്ല, 80,000 രൂപ കിട്ടുന്നുണ്ട്. ഒരു ഏൽപ്പിക്കുന്ന ഒരാൾ അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞ 40,000 ഞാൻ 20,000 കൊടുക്കും, 20,000 ലാഭമാണ്. ഇവരെ സംബന്ധിച്ച് 3 വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ ഇവർക്ക് ഒരു സ്ഥലത്ത് പോയി 20 കിട്ടുള്ളൂ. ഡബിൾ എന്താ 4 ടൈംസ് ആണ് കൂടുതൽ കിട്ടുന്നത്. ചെയ്യാൻ പറ്റുന്നുണ്ട്, ലളിതമാണ്, വീട്ടിലെ പണിയുടെ ഇടയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഫീൽഡിലൊക്കെ ഒരുപാട് നമുക്ക് സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യണം, വർക്ക് ചെയ്യണം. ഇനി നാലാമത്തത്, ഇപ്പോൾ രേണുമാം ചെയ്യുന്ന അതേ ഫീൽഡിന് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറയും. ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ഒരു സ്റ്റോക്കും എടുക്കാതെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി നമ്മുടെ പല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പരിപാടിക്കാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. എല്ലാവർക്കും കാശുണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇതൊന്ന് പഠിച്ചെടുത്താൽ മാത്രം മതി. വളരെ ലളിതമാണ് സംഭവം. വളരെ ലളിതം വെച്ചാൽ വളരെ ലളിതമാണ്. ഇതൊന്ന് പഠിച്ചെടുത്താൽ മാത്രം മതി. ഒരു 2-3 ഒരു മാസം 2 മാസം ഇരുന്ന് പഠിച്ചിട്ട് വെറുതെ ഇരുന്ന് നിങ്ങൾ വെറുതെ മൊബൈൽ കൊണ്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടി. അവിടെ നിന്ന് വെറുതെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഞാൻ വീണ്ടും ഓർക്കുന്നത്, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വളരെ എളുപ്പം. നാലാം സ്ഥാനമാണ് ഞാൻ ഈ പറഞ്ഞ 1, 2, 3. ഇത് എങ്ങനെ മണി മേക്കിങ്ങിനനുസരിച്ച് വേൾഡ് കണക്കനുസരിച്ചാണ് പറയുന്നത്. 4ാം സ്ഥാനമാണ് ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ. 5ാം സ്ഥാനം കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പ്. കൊമേഴ്സ് ഒരു ഓൺലൈൻ ഷോപ്പ് നമുക്ക് എല്ലാവർക്കും തുറക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് കുറച്ച് സമയം എടുത്താൽ ഓൺലൈൻ ഷോപ്പുകൾ നമുക്ക് ഉണ്ടാക്കാം. എന്താണ്, നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് ആവാം, എന്തും ചെയ്യാൻ പറ്റും. ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളാവാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ ആവാം. ഇപ്പൊ സുജയ്ക്ക് വേണമെങ്കിൽ സുജയുടെ ബാഗ് തന്നെ ഓൺലൈൻ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അനന്ത സാധ്യതകളാണ്. വൺ ടൈം പണി മാത്രമേ ഉള്ളൂ. അതിനെങ്ങ് ബൂസ്റ്റ് ചെയ്ത് പോയാൽ മതി. സുഖമായിട്ട് കാശുണ്ടാക്കാൻ പറ്റും. ഒരുപാട് സാധ്യതകളുള്ളതാണ് കൊമേഴ്സ് സൈറ്റുകൾ എന്നുണ്ട്. അതിൽ കുറെ ആഡ് ചെയ്യണ്ട, നമുക്ക് ഉള്ളതിന് മതി. ഉള്ളതിന് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി 6ാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറയാം. ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ്. ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള. നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് ഒരാളെ കൊന്നാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുക്കില്ല അവരടുത്ത്. ഇതൊന്ന് മാനേജ് ചെയ്തോളൂ, ഇതൊന്ന് ശരിയാക്കി തരണം. ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആളെ. എനിക്ക് ഇപ്പോഴും ആണ് എന്റെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കമ്പനി രൂപീകരിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഇനിയും ചെയ്യാൻ ഒരുപാട് സ്പേസുകളുണ്ട്. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, അതായത് ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുക, ഒരാളുടെ യൂട്യൂബ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻസ്റ്റാഗ്രാം ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, അതുപോലെ തന്നെ വാട്സപ്പ്, പിന്നെ നമ്മുടെ ലിങ്ക്ഡിൻ, അങ്ങനെ എല്ലാ സാധ്യതകളുമുണ്ട്. അത്
ഉപയോഗിക്കാൻ പറ്റും. ആ 8ാമത്തെ കാര്യം ഗ്രാഫിക് ഡിസൈൻസ് ആൻഡ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് നല്ല പേയ്മെന്റ് വരുന്ന കാര്യമാണ്. ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ബ്രാൻഡിങ്, അതിനകത്ത് കുറച്ച് നമ്മൾ ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം, ക്രിയേറ്റിവിറ്റി ആണ്. ഇന്ന് അതിന്റെ സാധ്യതകളില്ല, നമുക്കൊരു എല്ലാം AI വന്ന കാലഘട്ടമാണ്. പക്ഷെ എന്നാലും ഇതിനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. നമ്മൾ ചെയ്യുന്നില്ല. ഞാനിത് കുട്ടികളോട് പറയുന്ന കാര്യമാണ്, ന്യൂ ജെന്നോട് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയി കഴിഞ്ഞാലോ ഗ്രാഫിക് ഡിസൈനിങ് ആയാലോ എല്ലാവർക്കും ചെയ്യാം. ഞാൻ ഈ ക്ലാസ് കൃത്യമായി പറയുന്നത് യങ് ജനറേഷന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് പഠിത്തത്തിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. ഇതെല്ലാം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ വർക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വർക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലായി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ചാനൽ എല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ ചെയ്യിപ്പിക്കുന്നത് പാർട്ട് ടൈം വർക്കായിട്ടാണ്. എന്റെ പിള്ളേര് ജോലിക്ക് പോകുന്നത് എന്നോട് സഹായിക്കുമോ എന്ന് ചോദിച്ചു വരുന്ന എന്റെ പിള്ളേരാണ് ഇപ്പൊ ദിവസവും പോസ്റ്റർ ഉണ്ടാക്കുന്നതും ഒക്കെ. അവർ കോളേജിൽ പോകുന്നതിന്റെ ഇടയിലാണ്. എന്തുകൊണ്ട് ഞാൻ അവരെ എൻകറേജ് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ഇപ്പൊ പുതിയതായിട്ട് ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. എൻകറേജ് ചെയ്യുന്ന വെച്ചാൽ അവര് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്തത്. ഒന്ന്, അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. രണ്ട്, അവർക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരിക. എന്ന് വെച്ചാൽ അറിയാം, ഇന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം കുട്ടികൾ എന്താണ് സംഭവിക്കുന്നത്. കുട്ടികൾ എന്തുകൊണ്ട് ഡ്രഗ്സിന് അടിമയാകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻകം ഇല്ലാത്തതോ അല്ലെങ്കിൽ അവർ എൻഗേജ്ഡ് അല്ലാത്തതോ ആണ് പ്രശ്നം. എൻഗേജ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും പോകാൻ സമയമില്ല. ഞാൻ രാവിലെ ഉച്ചക്കും വൈകിട്ട് 3-4 നേരം ഇവരെ ഫോളോ അപ്പ്, എവിടെ എന്ത് ചെയ്യുന്നടേ എന്ന് ചോദിക്കുമ്പോൾ സാറേ ഇവിടെ ഉണ്ട്, എവിടെയും പോയില്ല, ഏത് സമയത്ത് വേണമെന്നില്ല. അപ്പോൾ അവര് ആ ഒരു പോസ്റ്റ് അവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുമ്പോൾ വ്യൂ ഒക്കെ കൂടി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്, ഭയങ്കര ആക്ഷനാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് അവർ തരും. അതാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് ഒരു ഐഡിയ മാത്രം കൊടുത്താൽ ബാക്കി അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഇന്ന് ആയില്ല, പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും പറയും, അപ്പൊ വീണ്ടും ഉണ്ടാക്കി തരും. സോ അവർക്കൊരു മണിയുമായി അവർക്കൊരു നല്ലൊരു ലൈഫ് ലോങ്, അതായത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ജോലി സാധ്യതയായി. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് മാത്രമല്ല, ഈ പറഞ്ഞ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ബ്രാൻഡിങ്. സോഷ്യൽ മീഡിയ ഓക്കെ, അതും വേണം നമുക്ക്. ഇനി 9ാമത്തെ കാര്യം വളരെ ലളിതമാണ്, നിങ്ങൾ ആരും സമ്മതിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഏറ്റവും ഡിമാൻഡുള്ള കാര്യമാണ്. 1.5 ലക്ഷം രൂപ വരെ ഇന്ന് ശമ്പളം കൊടുത്തിട്ട് ആൾക്കാർ വെക്കുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരെ. എന്താ പറയുക, ഈ നേരത്തെ പറഞ്ഞ കോണ്ടന്റ് റൈറ്റിംഗിനായിക്കോട്ടെ, വീഡിയോ ഗ്രാഫിക് ഡിസൈൻ ആയിക്കോട്ടെ, ബ്രാൻഡിങ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും വീഡിയോഗ്രാഫി മസ്റ്റ് ആണ്. അത് വേണ്ടാത്ത ഒരു പ്രോഗ്രാമും ഇന്നില്ല. ഒരു കല്യാണം മുതൽ ഒരു മരണ വീട് വരെ എല്ലായിടത്തും വീഡിയോഗ്രാഫി നിർബന്ധമാണ്. അത്രയും സാധ്യതയുള്ള മേഖലയാണ്. അൺടച്ച്ഡ് ഏരിയ എന്ന് ഇപ്പോഴും പറയാം. എത്ര പേരെ കിട്ടും നിങ്ങൾക്ക്? ഇപ്പോഴും സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നിടത്തേക്ക് സ്റ്റുഡിയോക്കാർ വളരണം. കണ്ടന്റ് റൈറ്റിംഗിലൊക്കെ വേണം. ഇതൊക്കെ നമുക്കെല്ലാം സാധിക്കുന്നതാണ്. ആർക്കും ഇത് സാധിക്കാത്ത ഒന്നുമില്ല. ഒന്ന് പഠിച്ചത് വീഡിയോഗ്രാഫി ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ അതിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. എഗെയിൻ നമ്മൾ പറയുന്നു, ഇതെല്ലാം നമ്മുടെ ന്യൂജൻ ആൾക്കാർക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും പറ്റും. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോഗ്രാഫിയിൽ ഇപ്പൊ ഞാൻ കണ്ടില്ലേ, ഞാൻ ഇപ്പൊ 2 ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്ക് സൂമിൽ തരാനായിട്ട്, ഒന്ന് ഞാൻ അഡീഷണൽ ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് യൂട്യൂബിൽ കൊടുക്കാനായിട്ട്. അതിന് ഞാൻ എഡിറ്റ് ചെയ്യും. കാരണം വീഡിയോ എന്റെ വീഡിയോ അത് ഓൾമോസ്റ്റ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സൂം ഒക്കെ നോർമൽ. കാരണം അതിന്റെ ഒരു ഇത് കിട്ടാനായിട്ട്, എന്റെ ഒരു ഇന്റിമസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് വിടും. മറ്റു പിള്ളേർക്കാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതിന്റെ കുറെ ഇതൊക്കെ ചേർത്തിട്ടാണ് തരുന്നത്. അതും വേണം, അങ്ങനെയും വേണം, ഇങ്ങനെയും വേണം. അപ്പൊ ഒരാളുടെ ഒരു സ്റ്റൈലാണ്, ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ ഗിമിക്ക് ഉണ്ടാക്കൂല ക്യാമറ, പക്ഷെ ഗിമിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യണം. നമ്മൾ പ്രോഗ്രാമിനെ കണ്ടില്ല, ഞാൻ 4 പ്രോഗ്രാം നടത്തിയത്, 4 പ്രോഗ്രാം 4 വീഡിയോഗ്രാഫറെ കൊണ്ടുവന്നു. എത്ര ഒരു ദിവസം ഒന്ന് കൊടുത്ത പൈസ എന്നറിയാം? ഒറ്റ ദിവസത്തെ പ്രോഗ്രാമിന് 50,000 രൂപയാണ്. 2 ക്യാമറയും കൊണ്ടുവരുന്ന 50,000 രൂപ ഒരു ദിവസത്തെ പ്രോഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ 30 ദിവസം. ഇപ്പൊ അതിനുശേഷം ഒരു വീഡിയോഗ്രാഫറെ ഞാൻ വിളിക്കുന്നു. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ വിളിക്കുന്നു, തൃശ്ശൂർ പ്രോഗ്രാമിൽ വരാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. സമയമില്ല. അൺടച്ച്ഡ് ഏരിയ എന്ന് വീണ്ടും ഞാൻ പറയാം, അൺടച്ച്ഡ് ഏരിയ. അത്രയും പൊട്ടൻഷ്യൽ ഇനിയും ബാക്കിയുള്ള സാധനമാണ്. ഒരു കല്യാണത്തിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്ര ലക്ഷം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 5-6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാർ. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു വെച്ചാൽ മതി. വിവിധമായ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഓരോ വിൽപ്പനയ്ക്കും കമ്മീഷൻ ലഭിക്കുന്ന അവസ്ഥ. ഇതാണ് അഫിലിയേറ്റ്. കുറച്ച് ഇ കോമേഴ്സ് ഒന്ന് അറിഞ്ഞാൽ മതി. ഒന്ന് അതിൽ കയറി കുറച്ച് സമയം എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത്രയും ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഫൈൻഡ് യുവർ നിഷ് എന്ന് പറയും. ഫൈൻഡ് യുവർ നിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാഷൻ, ഒരു ബിസിനസ് ആശയം തിരഞ്ഞെടുക്കുമ്പോൾ 2 പ്രധാനമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേതായി താല്പര്യവും പാഷനും ഉണ്ടായിരിക്കണം.
ഇല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകണം. അത് നമ്മളെ സജീവമാക്കി നിലനിർത്തുന്ന മേഖല എന്താണ്? എന്റെ ഒരു പാഷനാണ് നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചു തരുന്നത്. അത് വരുമ്പോ ഞാൻ അങ്ങ് ഊർജ്ജമാവും, ഞാനത് പഠിപ്പിച്ചു തരാൻ ഭയങ്കര എനർജറ്റിക് ആകും. ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ. ഇത് പാഷൻ നമുക്ക് കണ്ടെത്തിയിരിക്കണം, നമ്മളെ താല്പര്യം അതിനകത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് ഡിമാൻഡും മത്സരവും അറിഞ്ഞിരിക്കണം. ഇത് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണം. കോണ്ടന്റ് റൈറ്റിംഗ്, ഒരു ഉദാഹരണം പറയാം. കോണ്ടന്റ് റൈറ്റിംഗ് മേഖല തെരഞ്ഞെടുത്ത ഒരാൾക്ക് ഇപ്പോഴുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കോണ്ടന്റ് എന്താണെന്ന് അറിയാതിരുന്നാൽ ഹി കനോട്ട് ഡു ഇറ്റ്. ഇപ്പോഴുള്ള ട്രെൻഡിങ് കോണ്ടന്റിനനുസരിച്ച് ക്രിയേഷൻസ് ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റണം. ഇതാണ് അതിന് പ്രധാനം. അതായത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ മത്സരം, നമ്മൾ അതിനനുസരിച്ച് പാകപ്പെട്ടുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ആശയത്തിന് എത്ര ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മുടെ സ്കില്ലുകൾ, അനുഭവങ്ങൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുക്കണം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇതിലേക്ക് ഇതിലേക്ക് കടക്കുന്നയാൾക്ക് ഒരു 3 കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ കൂടി ഇതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ കാണുന്നവരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ബിസിനസ് മാസ്റ്ററി ഹബിൽ ഇനി മുഴുവൻ പഠിപ്പിക്കുന്നത് ബിസിനസിനെ പറ്റിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനലിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക, എൻഗേജ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ പറയുക. ക്ലാസ്സിലായാലും നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് ആ വിഷയങ്ങൾ ക്ലാസ്സിൽ വന്ന് പറയുക. എനിക്ക് ഇന്നത്തെ കാര്യത്തെ പറ്റി പറയാനാകട്ടെ, അപ്പൊ ആ കാര്യത്തെ പറ്റി ഞാൻ ക്ലാസ് എടുക്കും. ഇത് ഞാൻ നിങ്ങളിവിടെ ലൈവായിട്ട് എടുക്കുന്ന നിങ്ങളോട് പറയുന്നു, യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ടാണ് അറിയാൻ ആഗ്രഹം ചോദിച്ചോളൂ. ഐ വിൽ ഗിവ് യു ക്ലിയർ ഒരു ആൻസർ വീഡിയോ ആയിട്ട് തരാം, അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് തരാം. അപ്പോൾ ക്ലാസ്സിൽ, ബിസിനസ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട്, നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാണ്, ബിസിനസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ താഴെ നമ്പർ കൊടുത്തിരിക്കാം, അഡ്മിന്റെ വിളിച്ചോളുക, ജോയിൻ ചെയ്തോളുക. ക്ലാസ് എല്ലാ ആഴ്ചയിലും 2-3 ക്ലാസ്സുകൾ നമ്മളിവിടെ ലൈവായിട്ട് നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് സംസാരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് എടുത്ത് മുന്നോട്ട് പോകാം. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ കാര്യത്തിലേക്ക്, വിജയത്തിലേക്കുള്ള ആദ്യ പടികൾ എടുക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, വ്യക്തമായ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പഠിപ്പിച്ചതെന്നാണ്. വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതായത് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, അതിലേക്കുള്ള മാർഗരേഖകൾ നമ്മൾ തയ്യാറാക്കണം. വെറുതെ പോയിട്ട് എന്തെങ്കിലും ചെയ്യരുത് എന്നാണ്. എല്ലാ ബിസിനസ്സിനും ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ഉണ്ടാക്കണം. അത് വളരെ നിർബന്ധം. രണ്ടാമത്, സ്പഷ്ടമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണം. ചെറിയ കാര്യങ്ങളായിരുന്നു തുടങ്ങിക്കോട്ടെ, ബട്ട് ഇത് എവിടെയാണ് എത്തിക്കാൻ പോകുന്നത്, എങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടത്, എനിക്കിതിൽ നിന്ന് എന്താണ് നേടേണ്ടതെന്ന് സ്പഷ്ടമായി, ദ ക്ലിയർ ഗോൾ എന്ന് പറയും, ക്ലാരിറ്റി ഓഫ് ഗോൾ വ്യക്തമായി ഉണ്ടാക്കണം. ഇത് സാധാരണക്കാരന് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ വന്നോളൂ, കൃത്യമായി അതിന് സെറ്റിംഗ്സ് റെഡിയാക്കി കൈത്തരാം. ഇതിന്റെ പോസിബിലിറ്റി എങ്ങോട്ടാണ്, എന്തൊക്കെയാണ്, എങ്ങനെ പോകുന്നതാണ് നമ്മളിപ്പോൾ ബിസിനസ് മെന്റർഷിപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൃത്യമായി ചെയ്തു പോകാം. 3-ാമത്തെ കാര്യം വെച്ചാൽ ഓൺലൈൻ പ്രസൻസും നെറ്റ്വർക്കിങ്ങും ഉണ്ടാവണം. ഓൺലൈൻ പ്രസൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് ഈ പരിപാടിക്ക് പറ്റില്ല. സോഷ്യൽ മീഡിയകൾ, വെബ്സൈറ്റുകൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള മറ്റ് ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്ത് പോവാത്തവർക്ക് ഈ സാധനം സാധ്യമാവില്ല. ഇതൊരൊറ്റ 3 കണ്ടീഷൻസ് മാത്രം നിങ്ങൾ പാലിച്ചാൽ മതി. നിങ്ങളുടെ വിജയകരമായ ഒരു ബിസിനസ് യാത്രയിലേക്ക് നയിക്കുന്ന 10 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അത് മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ, വിജയകരമായ ആശയം നിങ്ങൾ രൂപപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് എത്താൻ സാധിക്കും. അത് മനോഹരമായി തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരണം നമുക്ക് മറ്റൊരു സെഷനിലേക്ക് പോകാനുണ്ട്. നന്ദി, നമസ്കാരം. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ആശയങ്ങളോ ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് പറയാൻ മടി കാണിക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ഈ കാര്യത്തിൽ ഓരോ വിഷയത്തിനും വേണ്ടി വിശദമായ ക്ലാസ്സുകൾ അടുത്ത സെഷനിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും.